എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. നല്ല റിച്ച് ആയിട്ടുള്ള, നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ചായയുടെ സമയത്തൊക്കെ ഒരു പീസ് കേക്കും ഒരു ചായ ഉണ്ടെങ്കിൽ വയറ് നല്ല ഫില്ലിങ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കാണിക്കാം. ഒരു ബേസിക് 1 kg കേക്കിൻ്റെ റെസിപ്പി കൂടിയിട്ടാണ്. ബേക്ക് ചെയ്യാനുള്ള ടിന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ കയ്യിലുള്ളത് അലുമിനിയം ടിന്നോ നോൺ സ്റ്റിക്കിൻ്റെ ടിന്നോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കേക്ക് പോട്ടോ എന്താണെന്നുണ്ടെങ്കിലും അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കി വയ്ക്കുക. കേക്കിനുള്ള മിക്സ് റെഡിയായി കഴിഞ്ഞാൽ ഒരുപാട് സമയം അത് പുറത്ത് വയ്ക്കാൻ പാടില്ല. ഉടൻ തന്നെ ബേക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ബേക്കിംഗ് ടിന്നൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ബട്ടർ പേപ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഒരു A4 ഷീറ്റ് എടുത്ത ശേഷം നമ്മൾ ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്യുന്നത് അതിൻ്റെ അളവെടുത്ത ശേഷം ഒന്ന് കട്ട് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സ്പ്രെഡ് ചെയ്യുക. ബട്ടർ പേപ്പർ റെഡി. കേക്കിൻ്റെ അരികുവശവും താഴ്ഭാഗവും ഒരു പരിധി വിട്ടിട്ട് മുരിഞ്ഞു പോവാതിരിക്കാനും ഡ്രൈ ആവാതിരിക്കാനും ബട്ടർ പേപ്പർ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കലാണ്. 1 കപ്പ് മൈദ ഇതുപോലെ വടിച്ചെടുക്കുക. അതോടൊപ്പം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് 3 തവണ അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. 3 തവണ അരിക്കുന്നതിലൂടെ നമ്മൾ കേക്ക് പൊന്തുവാനും സ്പഞ്ചാവാനും വേണ്ടിയിട്ട് ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, ബേക്കിംഗ് സോഡ ആയിക്കോട്ടെ ബേക്കിംഗ് പൗഡർ ആയിക്കോട്ടെ, എല്ലാം മൈദയുടെ ഓരോ മൈക്രോ ഏരിയയിലേക്കും എത്തുകയും ഒരേപോലെ കേക്ക് നല്ല ഹൈറ്റിൽ സ്പോഞ്ചായിട്ട് പൊന്തി വരാനും സോഫ്റ്റ് ആവാനും അത് ഹെൽപ്പ് ചെയ്യും. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എക്സ്പയറി ആവാത്തത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയായി. നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ 3 കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡയറി മിൽക്കും പകരമായിട്ട് ഉപയോഗിക്കാം. അതൊരു പാത്രത്തിലേക്ക് പീസാക്കിയിട്ട ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് ആ ബൗൾ ഇറക്കി വെച്ചിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് മെൽറ്റ് ആക്കുകയാണ് ചെയ്തത്. ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കുന്നതിന് നമ്മൾ ചേർത്ത 1 കപ്പ് മൈദയിൽ 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്തിട്ടും ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് റെഡിയാക്കാവുന്നതാണ്. സ്റ്റെപ്പ് നമ്പർ 3 വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. 1 കപ്പ് മൈദയ്ക്ക് 4 മുട്ടയാണ് കണക്ക്. വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്ന മുട്ടയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ നമ്മളത് പുറത്തേക്കെടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കുക. മുട്ട നന്നായി ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായി പതപ്പിച്ചെടുക്കാം. കേക്കിൽ മുട്ടയുടെ സ്മെല്ലില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അതുമാത്രമല്ല, മുട്ട നന്നായി പതപ്പിച്ച് ബീറ്റ് ചെയ്യുന്നതും മുട്ടയുടെ സ്മെല്ല് ഒഴിവാക്കുന്നതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് സാധാ സ്റ്റീലിൻ്റെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. മുട്ടയും വാനില എസൻസും നന്നായി ബ്ലെൻഡായി പതഞ്ഞ് വരുന്ന സമയത്ത് 3/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറേശ്ശെ പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോഴും നമ്മുടെ മുട്ടയുടെ മിക്സ് നല്ല തിക്ക് ക്രീമി ടെക്സ്ചറിലേക്ക് മാറും. ഈ ഒരു സമയത്ത് വെജിറ്റബിൾ ഓയിൽ ഒരു 1/4 കപ്പ് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കാരണം ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ നമ്മൾ മയോണൈസൊക്കെ ഉണ്ടാകുന്ന ഒരു കൺസിസ്റ്റൻസിലേക്ക് അത് പോകും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് ഇലക്ട്രിക് ബീറ്ററോ വിസ്കോ ഒന്നും തന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. കാരണം നമ്മൾ എഗ്ഗ് ഓൾറെഡി പതപ്പിച്ച് നല്ല ഫോമിലാണ് നിർത്തിയിട്ടുള്ളത്. അതിനി നമ്മൾ കുത്തി ഇളക്കുന്നത് വഴി ഡൗൺ ആയിട്ട് പോകും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടെക്സ്ചർ കേക്കിന് കിട്ടില്ല. ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് 1 കിലോ വരുന്ന ഒരു വാനില സ്പോഞ്ച് കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചോക്ലേറ്റ് ആഡ് ചെയ്യുക എന്നുള്ളത് ചോക്ലേറ്റ് കേക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വാനില കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോ തവണ ചേർത്ത് കൊടുക്കുന്നതിനൊപ്പം തന്നെ 1/2 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ഒപ്പം ചേർത്ത് മിക്സ് ചെയ്യാം.
അതുമാത്രമല്ല നമുക്ക് ഈ ഒരു ബേസിക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഏത് തീം കേക്ക് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 1 kg കേക്കിൻ്റെ റെസിപ്പി കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, അതുപോലെ തന്നെ ബർത്ത്ഡേ മറ്റുള്ള ഒക്കേഷൻസിനുള്ള തീം കേക്ക്സ് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഡെക്കറേഷൻസിൽ വരുത്തുന്ന വേരിയേഷൻ കൊണ്ട് പോലും പേര് മാറുന്ന ഒരു ഡെസേർട്ടായിട്ടാണ് കേക്ക്. ഈ കേക്കിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഈ മിക്സിലേക്ക് മുൻപ് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മിക്സായി കിട്ടാൻ മാത്രം ജസ്റ്റ് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കേക്ക് പോട്ടിലേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം ബേക്ക് ചെയ്യാം. പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത തവയിലേക്ക് നമ്മുടെ കേക്ക് പോട്ട് ഇറക്കി വെച്ച് 30 to 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്യാം. ഓവനിലാണ് എന്നുണ്ടെങ്കിൽ ഓവൻ സപ്പോർട്ടഡ് ആയിട്ടുള്ള പാത്രത്തിലേക്ക് ബാറ്റർ ഒഴിച്ച ശേഷം 180 ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്യേണ്ടത്. കേക്ക് പോട്ട് ഇറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലായിരിക്കണം തീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് സമയമെടുത്ത് ബേക്ക് ആക്കുന്നതാണ് നല്ലത്. ഇതുപോലെ കുത്തി നോക്കുമ്പോൾ സ്റ്റിക്കിൽ ബാറ്ററൊന്നും വരുന്നില്ല എന്നെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് കുറച്ചൊന്ന് കൂളായാൽ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ വെച്ചിട്ട് അതിന് ചുറ്റിലും ഷുഗർ ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ട് മുകളിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തു. സാധാരണ ഒരു പേപ്പർ ഉപയോഗിച്ചിട്ട് ഏത് ഷേപ്പ് കട്ട് ചെയ്തിട്ടും ഒരു സ്റ്റെൻസിൽ പോലെ ആക്കിയിട്ട് നമുക്കിതുപോലെ ഷുഗർ ഡസ്റ്റ് ചെയ്താൽ അങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് കേക്കിൻ്റെ മുകളിൽ കിട്ടും. ഇതിപ്പോൾ സാധാരണ ഒരു സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമുക്കൊരു പ്രസൻറ്റേഷൻ സ്റ്റൈലിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഷുഗർ ഡസ്റ്റ് ചെയ്തിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഷുഗർ നല്ല രീതിയിൽ ഡസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുണ്ടാവും. ഞാൻ ചെറിയ രീതിയിൽ മാത്രമാണ് ഡസ്റ്റ് ചെയ്തിട്ടുള്ളൂ. കലോറി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കോട്ടിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഫോട്ടോ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഡസ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ചോക്ലേറ്റ് കേക്കും ഇഷ്ടാവും, പ്രത്യേകിച്ചും കുട്ടികൾക്ക്. ഇതിൽ 1/2 കപ്പ് പാലും 1/4 കപ്പ് ഓയിലും അതുപോലെ തന്നെ 4 മുട്ടയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്, അതോടൊപ്പം മോയിസ്റ്റുമാണ്. സാധാരണ രീതിയിൽ 2 തരത്തിലുള്ള ടീ ടൈം സ്പോഞ്ച് കേക്ക് കാണാറുണ്ട്. ഒന്ന് കുറച്ച് എയറി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് ആയിരിക്കും. അതിന് ഓയിൽ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വായിലിടുമ്പോൾ നമുക്ക് തൊണ്ട ഭയങ്കര ഡ്രൈ ആയിട്ട് അനുഭവപ്പെടും. അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒരു ഹോട്ട് ഡ്രിങ്ക് കുടിച്ചാൽ മാത്രമാണ് നമുക്കതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. രണ്ടാമത്തെ കാറ്റഗറി പെടുന്നതാണ് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കുകൾ. അത്തരം കേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ സ്പഞ്ച് നമ്മുടെ നാവിലേക്ക് അലിഞ്ഞിറങ്ങുന്ന പോലുള്ളൊരു ഫീൽ ഉണ്ടാവാം. നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലാണ് പെടുന്നത്. ഇതിൻ്റെ ഒരു പീസ് വായിലേക്ക് വെക്കുമ്പോൾ വാനിലൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഫ്ലേവറും സ്മെല്ലുമാണ് മൂക്കിലേക്ക് വരിക. മധുരം നാവിലലിഞ്ഞ് ചേരും മുമ്പേ ഇതിൻ്റെ സ്പോഞ്ചും കൂടി നമ്മുടെ നാവിലേക്ക് മെൽറ്റായി പോകുന്ന ഒരു ഹെവൻലി ഫീലാണ് ഈ ഒരു കേക്കിനുള്ളത്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.